എല്ലാവർക്കും നമസ്കാരം. പൈസ സേവ് ചെയ്യാനുള്ള സിമ്പിളായ കുറച്ച് വഴികളാണ് ഇന്ന് പറയാൻ പോകുന്നത്. വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുക, വീട്ടിൽ ഭക്ഷണം വെച്ചുണ്ടാക്കുക, 3 നേരം വീട്ടിൽ നിന്ന് തന്നെ കഴിക്കുക, ലഞ്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുക, വാട്ടർ ബോട്ടിൽ റീഫിൽ ചെയ്യുക, അല്ലാതെ പുറത്തുനിന്ന് വെള്ളം കുടിക്കുക, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നിർത്തിയിട്ട് ഫുഡ് വീട്ടിൽ നിന്ന് കഴിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ ലഞ്ച് പാക്ക് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഒരു വാട്ടർ ബോട്ടിലും കൂടെ കരുതുക. ഡെയിലി കുടിക്കുന്ന കാപ്പി, ചായ, സോഡ, കോൾഡ് ഡ്രിങ്ക്സ് ഇങ്ങനത്തെയുള്ള പരിപാടികളൊക്കെ ഒഴിവാക്കുക. ഇതൊന്നും നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല. വാം വാട്ടർ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എണ്ണയിൽ പൊരിച്ചെടുത്ത അൺനെസസറി ആയ സ്നാക്സുകളൊക്കെ ഒഴിവാക്കുക. പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കാർ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ നടന്നു പോകാനുള്ള വഴികളിൽ വെച്ചാൽ കഴിയുന്നതും കൂടുതലും നടക്കാനായിട്ട് ശ്രദ്ധിക്കുക. എൻ്റർടൈൻമെൻറ്റിനൊക്കെ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കി വയ്ക്കുക. കഴിയുന്നതും ഫ്രീ എൻ്റർടൈൻമെൻറ്റ് ആപ്സ് യൂസ് ചെയ്യുക. യൂട്യൂബൊക്കെ പോലെയുള്ള സംഭവങ്ങൾ ഫുള്ളായിട്ട് ഫ്രീ ആണ്. അപ്പോൾ അതിൽ ഇഷ്ടംപോലെ സിനിമകളും കോമഡി ഷോസും എല്ലാം അതിൽ തന്നെ അവൈലബിൾ ആണ്. കഴിയുന്നതും പെയ്ഡ് സബ്സ്ക്രിപ്ഷൻസ്, പെയ്ഡ് ആപ്സ് ഇതൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. നമുക്ക് എൻ്റർടൈൻമെൻറ്റിനൊക്കെ എത്ര സമയമാണുള്ളത്? ഈ യൂട്യൂബൊക്കെ കാണാനുള്ള സമയം നമുക്കുള്ളൂ. പിന്നെ സിനിമയൊക്കെ തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം എന്നുള്ള ചിന്തയൊക്കെ ഒഴിവാക്കുക. അത് എപ്പോഴെങ്കിലുമൊക്കെ, മാസത്തിലൊരിക്കലോ 2 മാസം കൂടുമ്പോഴൊക്കെ അത്രയും നല്ല പിക്ചറൊക്കെ ആണെങ്കിൽ പോയി കാണുക. അല്ലെങ്കിൽ OTTയിൽ ഒക്കെ കാണാനായിട്ട് ശ്രമിക്കുക. വീട്ടിൽ തന്നെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഒരു മൂവിയുടെയൊക്കെ പ്ലാൻ ചെയ്യുക. ബ്രാൻഡഡ് ഐറ്റംസ് ഒഴിവാക്കിയിട്ട് ഗോ ഫോർ ലോക്കൽ. എല്ലാം ഒരേപോലെ തന്നെയാണ്. ബ്രാൻഡഡിന് കുറച്ച് വില കൂടുന്നേ ഉള്ളൂ. ലോക്കൽ സാധനങ്ങളും വളരെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്. മന്ത്ലി ബഡ്ജറ്റ് തയ്യാറാക്കുക. ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രം ഷോപ്പ് ചെയ്യാനായിട്ട് പോവുക. അതും ബൾക്കായിട്ട് സാധനങ്ങൾ മേടിക്കുക. അപ്പോൾ കഴിയുമ്പോൾ പോയി മേടിക്കുന്ന ശീലം ഒഴിവാക്കിയിട്ട് ഒരുമിച്ച് ഒരു മാസത്തേക്കുള്ള ഗ്രോസറി മേടിക്കാൻ ശ്രദ്ധിക്കുക. വെജിറ്റബിൾസ് വീക്ക്ലി മേടിക്കുക. ഒരു ആഴ്ചയ്ക്കുള്ളത് ഫുള്ളായിട്ട് ഒരു ദിവസം മേടിക്കാനായിട്ട് ശ്രമിക്കുക. സീസണലായ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഉപയോഗിക്കുക. ഈറ്റ് ലെഫ്റ്റ് ഓവേഴ്സ്. അധികം വരുന്ന ഫുഡൊക്കെ കളയാതെ അതിനെ വീണ്ടും യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കേടുവന്നിട്ടില്ലെങ്കിൽ നമുക്ക് അതൊക്കെ ഈ കൊത്തു പൊറോട്ട, കൊത്തു ചപ്പാത്തി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. അതുപോലെ ഇഡ്ഡലി കൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കുക, അങ്ങനെ കുറേ ഉണ്ട്. യൂട്യൂബിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്താൽ മതി. ലെഫ്റ്റ് ഓവർ ഫുഡ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. ചിലർ ഫ്രിഡ്ജിൽ വെച്ച ഫുഡ് കഴിക്കില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഫ്രിഡ്ജിൽ നമ്മൾ കുറേ കാലം അങ്ങനെ വെക്കാതിരുന്നാൽ മതി. ഇന്ന് ബാക്കി വരുന്ന ഭക്ഷണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ അത് വേറെ രീതിയിലാക്കി യൂസ് ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല. അവോയ്ഡ് ഇമ്പൾസീവ് ബൈയിങ്. നമ്മളിങ്ങനെ ചുമ്മാ അങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ 1000 രൂപയുടെ സാരി 600 രൂപയ്ക്ക് കിട്ടണമെന്നൊക്കെ കാണുമ്പോൾ നമ്മളത് പെട്ടെന്ന് മേടിക്കും. എന്നിട്ട് നമ്മൾ വിചാരിക്കും 400 രൂപ സേവ് ചെയ്തു. 1000 രൂപയുടെ സാധനം ഞാൻ 600 രൂപയ്ക്കല്ലേ മേടിച്ചത്, അപ്പം 400 രൂപ ഞാൻ സേവ് ചെയ്തു എന്നായിരിക്കും നിങ്ങൾ കരുതുന്നുണ്ടാവുക. പക്ഷേ സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്? നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ആ 600 രൂപ കൊണ്ടേ കളഞ്ഞു. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡ്രസ്സ് ആവശ്യമുണ്ട്, അത് എന്തെങ്കിലും ഫംഗ്ഷന് പോകാനോ അല്ലെങ്കിൽ നിങ്ങളൊരു ഡ്രസ്സ് മേടിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് നിങ്ങൾ അതിന് ശേഷം നിങ്ങൾ ഓൺലൈനിൽ സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ എവിടെയാണ് അതിന് വില കുറവുള്ളത്, അങ്ങനെ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു ലാഭമായിരിക്കും. അല്ലാതെ ചുമ്മാ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇത് വില കുറച്ച് കാണണമെന്ന് പറഞ്ഞിട്ടൊരു സാധനം മേടിക്കുകയാണെങ്കിൽ നിങ്ങളവിടെ ലാഭമല്ല ഉണ്ടാക്കിയത്, ചുമ്മാ ഇരിക്കുമ്പോൾ ആ പൈസ കളഞ്ഞ് അങ്ങനെ നഷ്ടമാണ് നിങ്ങൾ ഉണ്ടാക്കിയത്. അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സാധനം മേടിക്കണം എന്ന് തോന്നുമ്പോൾ അത് അപ്പം തന്നെ മേടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് ചിന്തിക്കാനുള്ള സമയം കൊടുക്കുക. ചിലപ്പോൾ 1-2 ദിവസം കഴിയുമ്പോൾ, ചിലപ്പോൾ 1 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനോടുള്ള താല്പര്യം നഷ്ടപ്പെട്ടെന്ന് വരാം. അപ്പോൾ അത് അത്രയും അത്യാവശ്യമുള്ള സാധനമാണെങ്കിൽ നമുക്ക് മേടിക്കുക. ഇല്ലെങ്കിൽ പെട്ടെന്നുള്ളൊരു കൗതുകം കൊണ്ട് വേണമെന്ന് തോന്നുകയാണെങ്കിൽ അതിന് കുറച്ച് വെയിറ്റ് ചെയ്യുക. പിന്നെ പ്രാക്ടീസ് മിനിമലിസം. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം മേടിക്കാനായിട്ട് ശ്രമിക്കുക. അത് അത്രയും അത്യാവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം. ഇലക്ട്രോണിക് സാധനങ്ങളും ഫോണൊക്കെ ആണെങ്കിൽ അതിനെ റിപ്പയർ ചെയ്തിട്ട് വീണ്ടും യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ ഒരു ഫോൺ കേടുവന്നു എന്ന് കാണുമ്പോൾ തന്നെ പുതിയ ഫോൺ മേടിക്കാനൊന്നും പോകരുത്. മിക്സി ഗ്രൈൻഡർ പോലെയുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ അത് നേരാക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ 500 രൂപയിൽ താഴെ വരുന്നുണ്ടായിരിക്കുള്ളൂ. പക്ഷേ കേടുവരുമ്പോഴേ നമ്മൾ പുതിയത് മേടിക്കാനായിട്ട് പോവുകയാണെങ്കിൽ അതൊക്കെ ഒരു അനാവശ്യ ചിലവുകളാണ്. അപ്പോൾ റിപ്പയർ ചെയ്തിട്ട് വീണ്ടും യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വസ്ത്രങ്ങളൊക്കെ മേടിക്കുമ്പോൾ വില കുറഞ്ഞ ഡ്രസ്സ് നോക്കി കുറേ എണ്ണം മേടിക്കുക, അങ്ങനെയുള്ള പരിപാടി ഒഴിവാക്കുക. നല്ല ക്വാളിറ്റി ഉള്ള കുറച്ച് വിലയുള്ളതാണെങ്കിലും നല്ല ഡ്രസ്സ് മേടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത് നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും. വില കുറഞ്ഞത് എണ്ണം കൂടുതലുണ്ടെങ്കിലും അത് ഓരോ പ്രാവശ്യം ഇടുമ്പോഴേക്കൊക്കെ അത് നാശമായി പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ അതൊരു നഷ്ടമാണ്. അപ്പോൾ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ എണ്ണത്തിൽ കുറവായിട്ട് മേടിക്കാനായിട്ട് ശ്രമിക്കുക. ഏത് സാധനം മേടിക്കുമ്പോഴും പ്രൈസൊക്കെ ഒന്ന് കമ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക.
പിന്നെ ബുക്സ് വായിക്കുന്ന ശീലമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഓരോ പ്രാവശ്യം വായിക്കണം തോന്നുമ്പോൾ പുതിയ പുതിയ ബുക്ക് കാശ് കൊടുത്ത് മേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഏതെങ്കിലും ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുക്കുക, ഇല്ലെങ്കിൽ അതേ ടേസ്റ്റുള്ള ആളുകളുണ്ടായിരിക്കില്ലേ, അപ്പോൾ അവരുടെ നിന്ന് മേടിക്കാനൊക്കെ ശ്രമിക്കുക. നിങ്ങളൊരു ബുക്ക് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവർ വായിച്ചൊരു ബുക്ക് നിങ്ങൾക്ക് ഇങ്ങോട്ട് തരും. അങ്ങനെയൊക്കെയുള്ള ബാർട്ടർ സമ്പ്രദായമൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ പൊതുവായി ചെയ്യുന്ന ഒരു കാര്യമാണ് എപ്പോഴും 3 നേരവും ഹെവി മീൽസ് ഉണ്ടാക്കുക. ഈ പുട്ടും കടല, ഇഡലി, സാമ്പാർ, ഉച്ചയ്ക്കാണെങ്കിൽ ഫിഷ് കറി, ചിക്കൻ കറി, ചോറ്, ഇങ്ങനെ ഹെവി മീൽസ് 3 നേരം കഴിക്കുന്ന ശീലം, എല്ലാ ദിവസവും കഴിക്കുന്ന ശീലമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ശ്രമിക്കുക. രാവിലെ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറിനും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓട്സോ ബ്രെഡും മുട്ടയോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് സമയവും ലാഭിക്കാൻ പറ്റും, കാശും ലാഭിക്കാൻ പറ്റും. ആ കുക്ക് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനും സാധിക്കും. സിമ്പിൾ മീൽസ് വീക്കിലി കഴിച്ചിട്ട് ഹെവി മീൽ വീക്കെൻഡിൽ ആക്കാനൊക്കെ ആയിട്ട് ഇഷ്ടമുള്ള ഭക്ഷണം എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കുമ്പോഴായിരിക്കും നമുക്ക് അത് ആ ഇഷ്ടം നിലനിർത്താനായിട്ട് കഴിയുക. പിന്നെ ഒരു വെജിറ്റബിൾ ഗാർഡനൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും പുറത്തുനിന്ന് ഇങ്ങനെ മരുന്നടിച്ച വെജിറ്റബിൾസ് മേടിച്ച് കഴിക്കുന്നതിനേക്കാൾ നമുക്ക് നല്ലതായിരിക്കും വീട്ടിൽ തന്നെയുള്ള പച്ചക്കറികളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ. ബുക്സ്, ഫർണിച്ചർ, ഇലക്ട്രോണിക്സ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സെക്കൻഡ് ഹാൻഡ് മേടിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് വരുമാനം കൂടുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ചിലവും കൂട്ടും. അങ്ങനെ ചെയ്യാതിരിക്കുക. നമുക്ക് വരുമാനം കൂടുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ സേവിങ്സ് ആണ് കൂട്ടേണ്ടത്. പിന്നെ എൻ്റെ അടുത്ത് സേവ് ചെയ്യാനൊന്നും ഇല്ല, ഇത്ര കുറച്ച് പൈസയൊക്കെ എടുത്തു വെച്ചിട്ട് അതെന്ത് ചെയ്യാനാന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയൊന്നുമില്ല. പവർ ഓഫ് കോമ്പൗണ്ടിങ് മനസ്സിലാക്കുക. എത്ര കുറച്ച് രൂപയാണെങ്കിലും 50 രൂപയാണെങ്കിലും 100 രൂപയാണെങ്കിലും നിങ്ങളത് കുറേ പ്രാവശ്യമായിട്ട് മാറ്റി വയ്ക്കുമ്പോൾ അതൊരു തുകയായിട്ട് മാറും. അത് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു ലോങ് റണ്ണിൽ കുറേയൊക്കെ തുക സേവ് ചെയ്യാനായിട്ട് സാധിക്കും.